നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം ഓണായിട്ടുണ്ട്. 7 വണ്ടി എത്തി. ഇനി ഒരു വണ്ടി ജേക്കബിൻ്റെ വണ്ടിയാണ് ഇനി വരാനുള്ളത്. ഒന്നാണോ അത് 2 വണ്ടി ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഇപ്പം നിലവിൽ 7 വണ്ടികൾ എത്തിയിട്ടുണ്ട്. അതിൽ 2-3 വണ്ടികൾ പുതിയതായിട്ടുള്ളതാണ്. അവരെയൊക്കെ മറ്റ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നിലവിൽ കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ കാണിക്കാം. ഇവിടെ അന്ന് വലിയ ഉരുൾപൊട്ടലും ദുരന്തമൊക്കെ ഉണ്ടായ ഒരു പ്രദേശമാണിത്. നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് റോഡ് കിട്ടുന്ന ഒരു ഭാഗത്ത് ഒരിടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സ്ഥലം ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പാലത്തിൻ്റെ കൈവരിയൊക്കെ ഒന്ന് നശിച്ചിരുന്നു. പിന്നെ ഇതിന് മുകളിലുള്ള പല ഭാഗത്തും ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് ആൾനാശവും കൃഷിനാശവും വീടുകൾ നശിച്ചു പോവുകയൊക്കെ ചെയ്തു. അന്ന് ശരിക്കും ഈ ഒരു രൂപത്തിലേ ആയിരുന്നില്ല, കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രൂപത്തിലായിരുന്നു ഈ പ്രദേശം. ഒത്തിരി കഷ്ടത അനുഭവിച്ചതാണ് ഇവിടെയുള്ള ആളുകൾ. ഈ ഭാഗത്തുള്ളവരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നമ്മുടെ ഉറുമ്പിക്കര ട്രിപ്പിൽ നമ്മൾ ഈ ഫാക്ടറിയുടെ സ്ഥലത്ത് വന്ന് നിർത്തുന്ന ഇത്തവണ വണ്ടികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഈ സ്ഥലം നമുക്ക് തികയാതെ വന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവിടുന്ന് കയറാൻ നോക്കുക. ആ വലിയ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും മാറിയിട്ടുണ്ട്. വേറെ 2 ബൈക്കേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരും ട്രിപ്പ് മേളിലോട്ട് കയറാൻ തോന്നുന്നു. നമ്മുടെ വണ്ടികൾ പൊന്നുവിൻ്റെ ജീപ്പാണ്. നമ്മുടെ ജീപ്പ് കളറ് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നു. ആ കഥ പിന്നെ പറയാം. ഇത് ഫാസിൽ, നമ്മുടെ ലവിൻ, പ്രമോദിൻ്റെ ജീപ്പുണ്ട്. ഇത് ലവിൻ്റെ ജീപ്പ്. പിന്നെ ഹൈലക്സ്, അതിൻ്റെ ഓണറുടെ പേരൊക്കെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഒരു ജിംനിയുണ്ട്. ഇവിടെ പൊന്നൂൻ്റെ ജീപ്പ് വില്ലീസ് ദേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. KRK വില്ലീസ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസിലുള്ളതാണ്. പിന്നെ നമ്മുടെ ടർബോ സിനിമയിൽ ഈ ജീപ്പുണ്ട്. അതിനകത്ത് അവർ ഇതിൻ്റെ ടോപ്പൊക്കെ ഊരി മാറ്റിയിട്ടാണ് ആ സിനിമയിൽ, അതിൻ്റെ ട്രെയിലറിലൊക്കെ ഈ ജീപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ജീപ്പുകൾ പുറകെ ഉണ്ട്. ആശാനാണ് ഓടിക്കുന്നത്. പ്രമോദ് പുറകിലുണ്ട്. ഫോർച്യൂണർ, അത് നമ്മുടെ പ്രാവശ്യം പുതിയതായിട്ട് വന്നതാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഇവരെല്ലാം നമുക്ക് മുൻപോട്ടുള്ള യാത്രയിൽ പരിചയപ്പെടാം. ഇന്ന് ഉറുമ്പിക്കര നമ്മൾ സാധാരണ പെരിങ്ങളം, പൂഞ്ഞാർ പെരിങ്ങളം കൂടിയായിരുന്നു പോകുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന് പോകുമ്പം. ഇന്ന് ചോലത്തടം വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് കൂട്ടിക്കൽ വന്ന് ആ റൂട്ടാണ് കയറി പോകുന്നത്. കൂട്ടിക്കലിൽ നിന്ന് കയറി പോവുകയാണ്. ഇത് പോകുന്ന വഴി നല്ല രസമുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റൂട്ടിൽ ആദ്യമാണ് വരുന്നത്. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്ക് ചോലത്തടത്തു നിന്ന് ലെഫ്റ്റ് കൂട്ടിക്കൽ, അങ്ങനെ ആ റൂട്ടിലാണ് ഇപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് കുറച്ചുകൂടെ നല്ലതാണ്. പെരിങ്ങളത്തിൽ വന്നിട്ട് നമ്മൾ പോകുന്ന റോഡ് ടാറിങ് അത്ര നല്ലതാണോ എന്നറിയില്ല. ലാസ്റ്റ് ടൈം പോയപ്പോൾ അത്ര നല്ലതല്ലായിരുന്നു. അപ്പം ഏതായാലും നല്ലൊരു ഡേ ആണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇച്ചിരി വെയിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത് ഏതായാലും വേറെ മാർഗ്ഗമില്ല. അവിടെ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണല്ലോ ഉറുമ്പിക്കര. അതുകൊണ്ട് വെയിൽ കൊണ്ട് തന്നെ പോവാം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഡിസംബർ മാസത്തിൽ ശരിക്കും വളരെ റെയറായിട്ടുള്ള കാഴ്ചയാണ് ഈ ഉറവ വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്നത്. സാധാരണ എല്ലാം ഉണങ്ങി കരിയുന്ന ഒരു സമയമാകും. ഡിസംബർ തൊട്ടെല്ലാം പച്ചപ്പൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഹൈ അലേർട്ടും നല്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഉറവ വെള്ളങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറുമ്പിക്കരയിലെ തോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും, മദാമക്കുളത്തിൽ വെള്ളം ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അതിൽ ചെന്ന് നോക്കാം. ഈ വണ്ടി മറ്റ് വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. താഴേന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വലിയ വെയിലൊന്ന് കുറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ലവിൻ ദൂരെ നിന്ന് കയറി വരുന്നേ ഉള്ളൂ.
തേയില ചെടികൾ നിൽപ്പുണ്ട്. പക്ഷേ ഇതിനിടയിൽ കൂടെയൊക്കെ കാപ്പി നട്ടിട്ടുണ്ട്. ഒരു പരീക്ഷണമാണെന്ന് തോന്നുന്നു. ഇതുപോലെ ചൂടുള്ള ക്ലൈമറ്റിൽ കാപ്പി എത്രമാത്രം വിജയിക്കുമെന്ന് അറിയത്തില്ല. കാപ്പി ചെടികൾ വളരുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ലവിനും എത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന തെളിച്ചങ്ങ് പോയല്ലേ. മഴ പെയ്യരുത്. മഴ പെയ്താൽ ചിലപ്പം ഓറഞ്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓറഞ്ച് ചെടി നിൽപ്പുണ്ട്, കായ്ച്ച നിൽപ്പുണ്ട്. എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഷീറ്റ് തന്നെയായിരുന്നു. ഫുൾ മറ്റേ ഇത് ഗിംബലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ. തുമ്പിക്കരയിലെ ഓഫ് റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ടൈം ഓഫ് റോഡ് വരുന്നവർ തൊട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളും എല്ലാവരും ഉണ്ട്. അതൊരു കോമ്പിനേഷനാണ്. നമ്മുടെ സ്ഥിരം കയറാറുള്ള പാറകൾ ദൂരെ കാണാം. എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ പുതിയ കളറ്? പഴയ DI ബ്ലൂ പോലത്തെ ഒരു കളറാണ്. ശരിക്കും പെയിൻ്റ് അടിച്ചതിൻ്റെ കഥ രസമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ജിംനി വളരെ ഈസി ആയിട്ട് കയറിപ്പോരുന്നുണ്ട്. KRK പൊന്നു സാറിന് ഇതൊക്കെ വല്ല സംഭവമാണോ? ഫോർച്യൂണർ ഉറുമ്പിക്കര പലതവണ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം നല്ല രസമായിരുന്നു ട്രിപ്പ്. വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ഇവിടെ പൂർത്തിയാകുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകളൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.